ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഇന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. അവിടെ ഇടതുപക്ഷ സർക്കാരിനെതിരെയും ഒപ്പം സിനിമാ മേഖലയിലെ സ്ത്രീകളോട് ഇടതുപക്ഷം കാണിക്കുന്നത് മോശമായ പ്രവണതയാണ് എന്നടക്കമുള്ള പല ആരോപണങ്ങൾ നടത്തിക്കൊണ്ട് സർക്കാരിനെതിരെ രൂക്ഷമായ രീതിയിൽ ആക്രമിക്കുകയായിരുന്നു വി.ഡി. സതീശൻ. തൻ്റെ വാക്കുകളെല്ലാം അങ്ങനെ മനോഹരമായി പാർട്ടിക്കെതിരായ ഒരു ശരങ്ങളായി ഉപയോഗിക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു വി.ഡി. സതീശൻ പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ നിന്ന് ഉണ്ടായത്. വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടത് ഇങ്ങനെയായിരുന്നു: മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കെതിരായുള്ള പ്രശ്നങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് മുതിർന്ന വനിതാ IPS ഉദ്യോഗസ്ഥരെ നിയമിക്കണം എന്നുള്ളത് അത് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് 4 IPS ഉദ്യോഗസ്ഥരെ വെച്ചു. എന്നാൽ അവരെയും നിയന്ത്രിക്കാൻ മറ്റു ചില ആൺ പോലീസുകളെ വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന ചോദ്യമാണ് വി.ഡി. സതീശൻ ഉയർത്തുന്നത്. അതിനോടൊപ്പം ആരോപണ വിധേയരായ എല്ലാവരും രാജിവെക്കണമെന്നും ചലച്ചിത്രകലാ അക്കാദമിയുടെ ചെയർമാനായ സംവിധായകൻ രഞ്ജിത്ത് രാജിവെച്ചു, സിദ്ദിഖ് രാജിവെച്ചു. അതുകൊണ്ട് മുകേഷും കെ.ബി. ഗണേഷ് കുമാർ അടക്കമുള്ള ഇടതുപക്ഷത്തിൻ്റെ MLAയും മന്ത്രിയും ഒക്കെ ആരോപണ വിധേയരായ ആരൊക്കെയാണോ അവരെല്ലാം രാജിവെക്കണമെന്ന ആവശ്യം വി.ഡി. സതീശൻ മാധ്യമങ്ങളിലൂടെ തുറന്നു പറഞ്ഞു. അപ്പോഴാണ് ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ചോദ്യം മുൻപോട്ട് വെച്ചത്. ആ ദൃശ്യങ്ങൾ കാണാം. അല്ല, തീർച്ചയായിട്ടും ഗുരുതരമായ ആരോപണങ്ങൾ വന്നിരിക്കുന്നവർ ഒരു സ്ഥാനത്തും ഇരിക്കാനും യോഗ്യരല്ല. അവര് അത് രാജിവെച്ച് ഒഴിയുന്നതാണ്. അപ്പോൾ രണ്ടുപേരും രാജിവെച്ചല്ലോ. ആരോപണങ്ങൾ വന്ന രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു, സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. ആ മാതൃക സ്ഥാനങ്ങളിലിരിക്കുന്നവർ പിന്തുടരുന്നതായിരിക്കും നല്ലത്. അല്ലല്ല, അത് ആ കേസിൽ എന്താണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ട് കോടതി പറഞ്ഞതെന്താ? കോടതി എന്താ പറഞ്ഞത്? അല്ലല്ല, അല്ലല്ല, കോടതി അയാൾക്കത് 100% ഉറപ്പുണ്ടായിരുന്നു. ഇവര് പോയിക്കോട്ടെ, കോടതിയിൽ പോയിക്കോട്ടെ. കോടതി എന്താ പറഞ്ഞത്? കോടതി അയാൾക്ക് ജാമ്യം കൊടുത്തുകൊണ്ട് എന്താ പറഞ്ഞത്? രാജിവെക്കായിരുന്നെങ്കിലുള്ള സ്ഥിതി എന്താ? ഞാൻ ഉചിതമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അത് ഓരോരുത്തരുടെ തീരുമാനമാണ്, രാജിവെക്കണോ വേണ്ടെന്നുള്ളത്. ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാം. എൽദോസ് കുന്നപ്പള്ളിയുടെ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ട് കോടതി എന്താ പറഞ്ഞത്? അതുകൂടി വായിച്ചു നോക്കാം. ആ ജഡ്ജ്മെന്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇപ്പൊ ഇവർക്കെതിരേക്ക് ആദ്യത്തെ ആരോപണമാണ്. ഇത് എത്രാമത്തെ ആരോപണമാണ്? ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം ഇതിലുണ്ടായിരുന്ന ആൾക്കാർക്കെതിരെ എത്രാമത്തെ ആരോപണമാണ്? ഇന്നലെയും വന്നു, ഇന്നും വന്നു, ഇതിനു മുമ്പും വന്നു, പല പ്രാവശ്യം വന്നു ആരോപണങ്ങൾ. രാജിവെക്കണ്ടെങ്കിൽ വേണ്ട, അതൊക്കെ ഓരോരുത്തരുടെ തീരുമാനമല്ലേ. അല്ല, പോലീസുകാർ സർക്കാരിന്റെ ഭാഗമല്ലേ. സർക്കാർ എടുത്ത കേസിനെ കുറിച്ചാണ്. ആ രേഖകൾ പരിശോധിച്ചിട്ട് ആ കോടതി എന്താണ് പറഞ്ഞതെന്ന് കൂടി ഒന്ന് നോക്ക്, അത് വായിച്ചു നോക്ക്. ആരോപണ വിധേയരായ എല്ലാവരും രാജിവെക്കണമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു, അപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയോ എന്ന്. അതിന് അല്പം പതറിയാണ് അദ്ദേഹം ഇത്തരത്തിൽ മറുപടി പറഞ്ഞിരിക്കുന്നത്. അതായത് എൽദോസ് കുന്നപ്പള്ളിയോട് കോടതി പറഞ്ഞത് എന്താണ്, അദ്ദേഹം രാജിവെച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്നതടക്കമുള്ള പല മറുചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചതിന് ശേഷം വി.ഡി. സതീശൻ പറയുന്നത് ഇങ്ങനെയാണ്: അവർ രാജിവെക്കുന്നതെങ്കിൽ വെക്കട്ടെ, അത് ഓരോരുത്തരുടെയും തീരുമാനമാണ് എന്ന്. അത്തരത്തിൽ മാധ്യമത്തിൻ്റെ ചോദ്യത്തിൽ ഒന്ന് പതറി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ.